കാലങ്ങളുടെ ഓർമ്മകൾ പേർന്ന എറണാകുളം കോളേജ് പോസ്റ്റ് ഓഫീസിന് തിരശ്ശീല വീഴുന്നു. നഗരപ്രദേശങ്ങൾ 2 കിലോമീറ്റർ പരിധിയിൽ ഒരു പോസ്റ്റ് ഓഫീസ് മതിയെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ് ഓഫീസ് അടയ്ക്കുന്നത്. ഇതോടെ പലരുടെയും മേൽ വിലാസത്തിൽ മാറ്റം വരാൻ സാധ്യതയുമുണ്ട്. വാട്സപ്പും ഫേസ്ബുക്കുമെല്ലാം വരുന്നതിന് മുമ്പ് കത്തുകൾ കൈമാറിയിരുന്ന കാലം, പിൻകോഡുകളിലൂടെ സ്വീകർത്താവിനെ കണ്ടുപിടിച്ചിരുന്ന കാലത്തിന് വിരാമമിട്ടുകൊണ്ടാണ് നഗരത്തിൽ പലയിടത്തും പോസ്റ്റ് ഓഫീസുകൾക്ക് പൂട്ടുവീഴുന്നത്. എറണാകുളം നഗരത്തിൽ 4 പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോളേജ് പോസ്റ്റ് ഓഫീസിന് ഇനി ആയുസ് വെറും ദിവസങ്ങൾ മാത്രം. നഗരപ്രദേശങ്ങളിൽ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഒരു പോസ്റ്റ് ഓഫീസ് മതിയെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ് ഓഫീസ് അടയ്ക്കുന്നത്. കോളേജിലേക്കുള്ള കുട്ടികളൊന്നും ഇപ്പം കാര്യമായിട്ട് അതിലേക്ക് എല്ലാം ഓൺലൈനിലേക്ക് മാറി. പക്ഷേ ഒരു കാലത്ത് പരീക്ഷ ഫീസ് അടച്ചിരുന്നതും അപ്ലിക്കേഷൻ ഫോം അയച്ചിരുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ പോസ്റ്റ് ഓഫീസിനാണ്. അതുകൊണ്ടാണ് അതിന് കോളേജ് പോസ്റ്റ് ഓഫീസ് എന്നുള്ള പേര് വരാനും കാരണം. ഞങ്ങളെ സംബന്ധിച്ചൊരു നൊസ്റ്റാൾജിയാണ് കുറേ കാലമായുള്ളത് ഇല്ലാതായി. പിന്നെ അവിടെയുള്ള ജീവനക്കാരുമായി നമ്മളുണ്ടാക്കുന്ന ഒരു ആത്മബന്ധമുണ്ട്. എറണാകുളം പബ്ലിക് ലൈബ്രറി 68-20-35, എറണാകുളം സെൻറ് തെരേസാസ് കോളേജ് 68-20-35, ആ പരിസരത്തുള്ള എല്ലാ കടകളിലും കോൺവെന്റ് റോട്ടിലുള്ളതൊക്കെ 68-20-35 ആയിരുന്നു. അത് 26-ാം തീയതി മുതൽ ഇല്ല. തപാൽ ഓഫീസ് ഇല്ലാതെയാകുന്നതോടെ സേവനങ്ങൾക്കായി ജനങ്ങൾ എറണാകുളം ഹെഡ് ഓഫീസിനെ ആശ്രയിക്കണം. ഇതോടെ എറണാകുളം ഹെഡ് ഓഫീസിലെ തിരക്ക് വീണ്ടും കൂടും. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ 1-ാം നിലയിലാണ് ഈ സെക്ഷൻ. 1-ാം നില കയറണം. പ്രായമായ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം 10-70-75 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ ഒരു നില കയറുക എന്ന് പറയുന്നവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. താഴത്ത് അതിനൊരു സംവിധാനം അവരുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ അതിനുള്ള സ്ഥലമില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ പാർക്കിങ്ങിൻ്റെ സ്ഥലമില്ല. ആശുപത്രി റോട്ടിൽ എവിടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല. മഹാരാജാസ് കോളേജിനും സെന്റ് തെരേസാസ് കോളേജിനും സമീപമുള്ള പോസ്റ്റ് ഓഫീസിന് പറയാൻ ഒരു യുഗത്തിന്റെ പ്രണയഗീതം കൂടിയുണ്ട്. 68-20-35 എന്ന പിൻ ഇല്ലാതെയാകുന്നതോടെ ആ ഓർമ്മകൾക്കും തിരശ്ശീല വീഴുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സഹീർ ഗുരുവായൂരിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.